ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് മലപ്പുറം വാഴക്കാടിലാണ്. വാഴക്കാട് 1-ാം വാർഡിലെ ആക്കോട് അമ്പലക്കുഴിയിലാണുള്ളത്. ഇവിടെ നാട്ടുകാർ നേരിടുന്ന വലിയ പ്രതിസന്ധി മേഖലയിലെ ഒരു പാറമട കാരണമാണ്. വീടുകൾക്ക് വിള്ളൽ വന്നു, ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ തന്നെ അത് തകിടം മറിക്കുന്നു. 20 വർഷത്തിലേറെയായി ഈ ക്വാറി ഇവിടെ തുടങ്ങിയിട്ട്. അന്നു മുതൽ ജനങ്ങൾ പലവിധ പരാതികൾ അധികൃതർക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി ഈ പാറമട പ്രവർത്തിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് അധികൃതർ. ഈ നാടിൻ്റെ ആവശ്യം താൽക്കാലിക അനുമതി എന്നുള്ളത് ശാശ്വതമായിട്ട് ഈ ഒരു പാറമട അടച്ചുപൂട്ടുക എന്നതിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മോടൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾ ചേരുന്നുണ്ട്, സ്ത്രീകൾ എല്ലാവരും തന്നെ ചേരുന്നുണ്ട്. നമുക്ക് ഈ നാടിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നാടിൻ്റെ ഒരു ആവശ്യമാണല്ലോ ഈ ഒരു പാറമട ശാശ്വതമായിട്ട് അടച്ചുപൂട്ടുക എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോറി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം സൈസിൽ അല്ലെങ്കിൽ ഒരു രീതിയിലായിരുന്നു പ്രവർത്തിച്ചു തന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതിനെല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ക്രഷർ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ക്രഷർ പ്രശ്നം ആ ജനങ്ങളെ സമരം കൊണ്ട് അത് നിർത്തിപ്പോയതാണ്. ഇവിടെ പുളിക്കൽ പഞ്ചായത്തിൽ ഇതേ വാർഡിൽ സെക്യൂർ സാൻഡ് ഗ്രാവൽസ് എന്ന് പറഞ്ഞൊരു ക്രഷർ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് കാലം സമരം ചെയ്ത് ബുദ്ധിമുട്ടായ ആൾക്കാരായി നിൽക്കുന്നതൊക്കെ. ഇത് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒരേ ഒരു കോറിയുള്ളത്. എൻ്റെ 1-ാം വാർഡിൽ ഞാൻ 1-ാം വാർഡ് മെമ്പറാണ്. അപ്പോൾ അവിടെ കോറിയുള്ള സമയത്ത് ഇത് വർഷങ്ങളോളം സാധാ രീതിയിൽ ചെറിയ രീതിയിൽ ആ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൊട്ടിച്ച് ആ പ്രശ്നത്തിൽ നടന്നു പോയ സംഭവം പെട്ടെന്ന് അതൊരു വേറെ പർപ്പസിലേക്ക് കൂടുതലായിട്ട് പൊട്ടിക്കുകയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ വന്ന സമയത്ത് ഈ ഒരു പഞ്ചായത്തിൽ പല പരാതികളും കാര്യങ്ങളും കിട്ടിയ സമയത്ത് 2023 ജനുവരിയിൽ ഇവർ അപേക്ഷ തരികയും അത് പ്രകാരം അവർക്ക് ലൈസൻസ് പുതുക്കേണ്ട സമയമായിരുന്നു 2023 ജനുവരി. ആ സമയത്ത് അന്നത്തെ സെക്രട്ടറി നോക്കിയാൽ 5 NOC ആണ് എൻ്റെ അറിവിൽ. 5 NOC വേണം ലൈസൻസ് കൊടുക്കണമെങ്കിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട NOC ആണ് പാരിസ്ഥിതിക ആഘാത പഠനം. ഈ പാരിസ്ഥിതിക ആഘാത ലൈസൻസ് അവർക്ക് ജനുവരിയിൽ എക്സ്പയർഡ് ആയി, 2023 ജനുവരിയിൽ അത് എക്സ്പയർഡ് ആയതുകൊണ്ട് അന്നത്തെ സെക്രട്ടറി ഒരു സബ് കമ്മിറ്റി വെച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇവിടെ വരികയും ഈ ജനങ്ങളെ ബുദ്ധിമുട്ട് നേരിട്ട് മനസ്സിലാക്കി അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു ലൈസൻസ് പുതുക്കേണ്ടതില്ലെന്നും ഈ കോറിക്ക് എന്തൊക്കെ വയലേഷനാണെന്ന് വെച്ചാൽ അന്നത്തെ ഈ 5 NOC എന്ന എല്ലാ അനധികൃതർക്കും സെക്രട്ടറി ഔദ്യോഗികമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അയച്ചു. പക്ഷെ ഒരൊറ്റ ജിയോളജി പോലത്തെ പൊല്യൂഷൻ പോലത്തെ ഒറ്റ കുട്ടി പഞ്ചായത്ത് ഒരു സെമി ഗവൺമെൻറ്റായ പഞ്ചായത്ത് സെക്രട്ടറി അയക്കുന്ന ഇതിന് മറുപടി തരാതെ അതിന് ആഡിയോ മാത്രം പ്രതികരിച്ചു. പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലാണ്, NOC ഫിറ്റ് അല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല എന്ന് ആഡിയോ മാത്രം മറുപടി തന്നു. അതിന് രണ്ടാമത് പിന്നെ റിവ്യൂ അയച്ചിട്ട് ഒരു മറുപടിയും കിട്ടാതെ ഇവരെന്ത് ചെയ്ത്, അപ്പം പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും തീരുമാനിച്ചത് ഇവർക്ക് സർട്ടിഫിക്കറ്റ് NOC ഇല്ലാത്തതുകൊണ്ട് നിയമപ്രകാരം ലൈസൻസ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് പഞ്ചായത്തിൻ്റെ അധികാര പരിധിപ്പെട്ടൊരു സംഭവമാണ്. അതിലെന്ത് ചെയ്ത് രണ്ടാമത് അവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയിട്ട് അവർ വിധി സമ്പാദിച്ചു വരുന്നത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ഈ ഇല്ലാത്ത ലൈസൻസ് പാരിസ്ഥിതിക ആഘാത പഠനത്തിൻ്റെ അത് വേണമെന്നല്ല പറയുന്നത്. അതില്ലാതെ തന്നെ താൽക്കാലിക ലൈസൻസ് കൊടുക്കാനും ബാക്കി കേസിൻ്റെ ആ നാൾ വൈകളിൽ തീരുമാനിക്കാനുമാണ് പഞ്ചായത്തിന് കിട്ടിയത്. സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ഇത് നോക്കാതെ തന്നെ അവർ കൊടുത്തു. ഇപ്പോൾ ഈ പരിസരത്ത് ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ 10-15ഓളം വീടുകൾ നമുക്ക് ഇതിൻ്റെ കേടുപാടുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതുപോലെ ഈ മലയുടെ തൊട്ടപ്പുറം കോടിയമ്മൽ ഭാഗമാണ്. അവിടെയും 10-25ഓളം വീടുകൾക്ക് വളരെ ശക്തമായ പൊട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കയറിറങ്ങാത്ത ഒരു ഇടങ്ങളില്ല. കാരണം ഈ സാധാരണക്കാരായ പ്രദേശത്തെ ആളുകൾ പഞ്ചായത്ത് മുതൽ മേൽഘടകം വരെ വില്ലേജിലും അതുപോലെ തഹസിൽദാർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ഒരു നീതിപൂർവമായ ഒരു ഇടപെടൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റഫീഖ് അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ജിയോളജിയിൽ ഒരുപാട് പരാതികൾ കൊടുത്തതിന് ശേഷം അവർ തിരിഞ്ഞു നോക്കാതായപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഒരു കൂട്ടമായ ഒരു പ്രതിഷേധം എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ ജിയോളജിനെ പോയി കണ്ടത്. ആ സമയത്ത് അവിടെ ഞങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തു. അതുപോലെ നമ്മളെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ സഹകരിച്ചതുകൊണ്ട് അവർ മെനിയാന്ന് ഇവിടെ വന്ന സമയത്ത് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഞങ്ങളെ വിവരം അറിയിച്ചതിൽ പരാതിക്കാരായ നാട്ടുകാരെ വിവരം അറിയിക്കുന്നതിന് പകരം അവർ കോറിക്കാരെ വിവരം അറിയിക്കുകയും അവരുടെ ഗുണ്ടകളെ ഇറക്കി അത് തടയാനും ഞങ്ങളെ തടയാനും വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, കാരണം വളരെ ഇത്രയും പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത്
അവർ ഈ വെടിമരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് വളരെ ഒരു ലാഘവത്തോടാണ്. ഒരു മനുഷ്യന് പോലും ഒരു വില കൽപ്പിക്കാത്ത രൂപത്തിൽ മണ്ണിൽ കുഴിച്ചിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ തെളിവ് സഹിതം ജിയോളജിസ്റ്റിനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചപ്പോൾ അതൊരു നിസാരവൽക്കരിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ വിഷയത്തിൽ യാതൊരു വിലയും കൽപ്പിക്കാതാണ് അവർ ഇവിടുന്ന് പോയത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ മുകൾ ഘടകങ്ങളിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ, ക്യാൻസർ രോഗികൾ, കുഞ്ഞുങ്ങൾ, ഈ വൈബ്രേഷൻ കാരണം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ പോലും നെട്ടി ഉണരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ഈ പരിസരത്ത് തന്നെ 4-5 ക്യാൻസർ രോഗികളുണ്ട്. അതുപോലെ ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ നമുക്കറിയാം, ഈ പൊടിപടലം എന്നുള്ളത് പ്രകൃതിയിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരം ഒരു വിഷയം അവർ പറയുന്നത് 100 മീറ്റർ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് പെർമിഷൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന്. അവർക്ക് ലൈസൻസ് ഉണ്ട്, ശരി, അത് അനധികൃതമായിട്ടാണ് അവരെന്ത് ചെയ്തത് നേടിയെടുത്തെന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ സമരസമിതിക്കും ഞങ്ങൾക്കും ഉണ്ട്, നാട്ടുകാർക്കുണ്ട്. ഇത് എഴുത്ത് മുഴുവൻ മാറ്റുക, അല്ല യാതൊരു ഇതില്ല. ഞങ്ങളൊക്കെ വീടൊക്കെ വളരെ പൊട്ടിക്കുകയാണ്. എല്ലാവർക്കും ഇതിന്റെ നടത്തത്തിനും ഇരുത്തത്തിനും ഞങ്ങളെ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കിടന്നു ഇറങ്ങാൻ നേരെ വയ്യ, ഇത്രയ്ക്കും വലിയ വിഷമത്തിലാണ്. പൊടിയെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം തന്നെ. ജീവിക്കാൻ നിവൃത്തില്ലാതെ അവരെ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. ഇതിന് ഇവിടെ ഇപ്പം തൊട്ടടുത്ത് ഒരു അമ്പലം ഉണ്ട്, തൊട്ടടുത്താണ്. ഈ അമ്പലം മറച്ചു പിടിച്ച് അത് പിന്നെ ധാർവായിട്ട് മൂടിവിട്ടാണ് ഇവര് ഇങ്ങനെ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഈ രൂപത്തിൽ പിന്നെ നിയമവിരുദ്ധമായിട്ട് തന്നെ സർക്കാരിന്റെ ഭൂമി പുറമ്പോക്ക് സ്ഥലം വരെ കെട്ടിയെടുത്തിട്ട് അത് വെട്ടി ഒന്നായിട്ട് പൊളിച്ച് കണ്ടമാനം പൊളിച്ചിട്ടുണ്ട്. ഈ പൊളിച്ചതിന് സർക്കാർ ഇതിന് ഫൈനും ഇടിയിച്ചിട്ടുണ്ട് ഇവരോട്. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഈ കോറി ഇവിടുന്ന് അടച്ചു പൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവരൊക്കെ തന്നെ ഇതിന്റെ ദുരിതം നേരിട്ട് അനുഭവിക്കുന്നവരാണ്. എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? വീടിന്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്. എന്താ പറയുക, കോറി മാഫിയന്റെ ശല്യം അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണം. ഒരു കല്ല് വീണാ തീർന്നില്ല മനുഷ്യന്റെ കഥ. നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ട്? കുട്ടികൾക്ക് എന്താ ഇതിന്റെ തരിപ്പുണ്ട്, പിന്നെ വീടിനൊക്കെ ചെറിയ ചെറിയ പൊട്ടുകളുണ്ട്. കുട്ടികളെ പറയണ്ട, നമ്മൾ തന്നെ കിടക്കുമ്പോൾ നെഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു കാളലാണ്. ഈ വെടിന്റെ എന്താ പറയാ ശബ്ദം കേൾക്കുമ്പോഴല്ല, വെടി പൊട്ടിക്കുമ്പോ എന്താ ഭൂമി കുലുക്കുണ്ടാവുന്ന മാതിരി വീടിന്റെ തരിപ്പാണ്. ഞങ്ങളെ വീട്ടിൽ നിരന്തരം കല്ല് തെറിക്കുന്നുണ്ട്. പിന്നെ വീടിന്റെ സൺസൈഡ് മൊത്തം പൊട്ടിന്ന്. പിന്നെ വീടൊന്നായിട്ട് ജർക്കിങ്ങാ, വീട്ടിൽ നിൽക്കാൻ പറ്റും. പൊട്ടിക്കുന്ന സമയത്ത് കുറേ നേരം ഉണ്ടാവും. അല്ല ചെണ്ടട്ട മുട്ടമായിട്ട് സൗണ്ടാണ്. മൊത്തത്തില് കല്ലാണ് നിരന്തരം തെറിക്കുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഒരു വന്ന് പറയും, അപ്പൊ ഞാൻ പറയലാണ് അവരോട്, കല്ല് നിങ്ങൾ പിടിച്ചോളിന്ന് അറിയില്ല. കാരണം ഒരു വന്നോണ്ട് കല്ല് പിടിക്കാൻ കഴിയില്ലല്ലോ, വീണ തടയാനും കഴിയില്ലല്ലോ. പരാതി പറയുമ്പോൾ അവരൊക്കെ പെരുമാറ്റം ഞങ്ങളോട് മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു സോപ്പിടാൻ വരും, ഓരിങ്ങനെ പറയും ഇനി വീകൂല, ഇനി ഉണ്ടാവില്ല, നമ്മള് ഇങ്ങനെ പൊട്ടിക്കൂലെന്ന്. പക്ഷെ എന്നിട്ടും കൂടെ തന്നെയാണ് ജർക്കി. ഈ പറയുന്ന പരാതി പരിഹരിക്കാൻ വല്ല അതൊന്നും അവർ പറയില്ല. നാളെ അത്ര ഉണ്ടാവില്ല എന്ന് പറയും. പിന്നെ അതിനേക്കാളും ഉണ്ടാവില്ലേ, കൂടി വരില്ല, കുറയില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. മക്കള് സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡിലൂടെ പൊടി പടലൊക്കെ ആയിട്ട് വീടിനൊക്കെ ജർക്കിങ്ങും വന്നാണ്. മക്കളൊക്കെ ഓടി വരുന്ന സമയത്ത് വലിയ വലിയ ടിപ്പർ, ഞങ്ങളതാണ് കുറച്ചൊരു കയറ്റാണല്ലോ, താഴത്തേക്ക് പേടിയാണ്. വണ്ടിയായാലും ഒക്കെ വരുന്ന സമയത്ത് ടിപ്പർ ഒരടച്ച് ഏസിട്ട് കഴിഞ്ഞ് പോവുകയാണല്ലോ സ്പീഡില്. ആ സമയത്തൊക്കെ എന്തെങ്കിലും അപകടം വേഗം പറ്റൂലേ, ഉയരത്തുനിന്ന് വരുന്ന സമയത്ത്. ഒക്കെ അവരോട് പറയുന്നതാ, ഒക്കെ പേടിയാ. ഇത് മദ്രസാണ്, ഞങ്ങളെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നത്. പിന്നെ റോട്ടുമ്മ കൂടെ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ എത്ര പൊടികളാണ് തെറിക്കുന്നത്. പിന്നെ വീട് ഫുള്ള് പൊട്ടി. പിന്നെ സ്കൂൾ ടൈമിലാണ് ഫുള്ള് വണ്ടികൾ പോണത്. ഞങ്ങൾ എത്ര പറഞ്ഞാലും ഓല് കേൾക്കൂല. പരാതി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകണം. അപ്പം ഞാൻ പല സമയത്തും വണ്ടിക്കാർ സൈഡ് തരലില്ല. പിന്നെ അവിടെ ആണെങ്കിൽ ആ കോറിയിൽ നിന്ന് ഇറങ്ങുന്ന ചളി ആയിട്ട് ജനങ്ങൾ അവിടെ വീണ് ഞാൻ ഡയറക്റ്റ്ലി കണ്ട ആളാണ്. നമുക്ക് ഇറങ്ങി അവരെ നിൽപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ മദ്രസയിൽ രാവിലെ 6 മുതൽ 10 വരെ കുട്ടികൾ ഷിഫ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് ചെറിയ മദ്രസയാണ്. അപ്പോൾ അതൊരു പള്ളിയാണ്. ഇവിടെ എപ്പോഴും കുട്ടികളും ഉണ്ടാവും. അപ്പം വണ്ടിക്കാർ മെയിനായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഭയങ്കര സ്പീഡിലാണ് പോക്ക്. ആരും പരിഗണിക്കുന്നില്ല. അവരോട് പറഞ്ഞാൽ അവർ നമ്മളെക്കൊള്ള തട്ടിക്കയറും. ഇപ്പം വിവരാവകാശ പ്രകാരം ഈ കമ്മിറ്റി വാങ്ങിയതിലും ഒഫീഷ്യലായിട്ട് 2024 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സ്പയർഡാണ്. അവരുടെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ രേഖ പ്രകാരം ഈ പൊല്യൂഷൻ എക്സ്പയർ ചെയ്യാം.
അപ്പോൾ അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ പിന്നെ പരാതി വരികയും പഞ്ചായത്ത് ഭരണസമിതി ഒരു സബ് കമ്മിറ്റി വരാൻ തീരുമാനിക്കുകയും ഈ കാര്യങ്ങൾ കോടതിയെ, കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ വിധിയാണ്, വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതി വിധിയില്ല. അപ്പോൾ പഞ്ചായത്ത് ഹൈക്കോടതിയെ ബോധിപ്പിക്കുക ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അതിങ്ങനെ വയലേഷൻ ഉണ്ടെന്ന് ഇനിയും ഹൈക്കോടതിയെ ബോധിപ്പിക്കാതെ ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ ഇതില്ല. പക്ഷേ ഇവർ സാധാരണക്കാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോഴും അവർ പറഞ്ഞ പഞ്ചായത്താണുള്ള അധികാരി, പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം പഞ്ചായത്തിന് സ്റ്റോപ്പ്, എന്നോട് തന്നെ ജിയോളജിസ്റ്റ് പറഞ്ഞത് പഞ്ചായത്തിന് ലൈസൻസ് കട്ട് ചെയ്യല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പഞ്ചായത്ത് ലൈസൻസ് സ്വമേധയല്ല, ഹൈക്കോടതിന്റെ വിധി പ്രകാരം ലൈസൻസ് കൊടുത്തതാണ്, ഞങ്ങൾ എന്നോ കട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തിൽ ഹൈക്കോടതിയിലെ കേസ് ഉണ്ടാകുമ്പോൾ അത് നടക്കൂല. അതേസമയം ജിയോളജി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വേറെ എന്ത് ഡിപ്പാർട്ട്മെന്റാണ് അവർക്ക് യാതൊരു ഇൻസ്ട്രക്ഷനും ഹൈക്കോടതി കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരെ വയലേഷൻ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നിർത്താം. ഇപ്പോൾ ഇവർ മിനിയാന്ന് വന്ന ജിയോളജി തന്നെ ഇവർ ഒരു 10 പ്രാവശ്യങ്ങളിൽ പോയിട്ട് പല സൈസ് പരാതികൾ കൊടുത്തിട്ട് പോലും ജിയോളജിസ്റ്റ് അത് ചെക്ക് ചെയ്യാൻ പോലും തയ്യാറായില്ല. അപ്പോൾ മിനിയാന്ന് ജനങ്ങൾ കൂട്ടമായി മലപ്പുറത്ത് പോയി നിങ്ങളെമാതിരി പത്രക്കാരും ഇവരങ്ങളെ സഹകരണത്തോട് കൂട്ടിയിട്ട് അവിടെ ഇഷ്യൂ വന്ന് കണ്ടപ്പം അവർ മിനിയാന്ന് വന്ന് മിനിയാന്ന് വന്നിട്ട് ഇന്നലെയും ഇന്ന് കോറി പ്രവർത്തിക്കുന്നില്ല. അപ്പം സംതിങ് വയലേഷൻ ഉണ്ടെന്ന് ഉറപ്പല്ലേ? താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാൻ അനുമതിയില്ല, അത്രേ മനസ്സിലാക്കണുള്ളൂ. ഒഫീഷ്യൽ അല്ല. കാരണം ഇന്നലെ ഇന്നും വർക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇലക്ട്രിക്കൽ എന്തോ ഒരു ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കരമായ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിന്റെ വൈബ്രേഷൻ ആണെങ്കിലും അതിന്റെ ആ ഒരു സൗണ്ട് ആണെങ്കിലും അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു മൈക്ക് ഉപയോഗിക്കാൻ വരെ ക്യാബിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വലിയ മൈക്ക് ഉപയോഗിക്കാൻ ആ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊരു 100 എത്ര വാർഡ്സ് ആണെന്ന് അറിയില്ല. ആ സാധനത്തിന് ഇത്രയും പൊട്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. ഈ ഏരിയ എൻ്റെ വാർഡിലേക്ക് മുഴുവൻ, എൻ്റെ വാർഡിൽ ഏറ്റവും ലാസ്റ്റാണ് അത്തിക്കോട് മൂലാറ്. ആ അത്തിക്കോട് മൂലയുള്ള വീട് വരെ ക്രാക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത്രയും അതിൻ്റെ വിഷയങ്ങളിൽ ജിയോളജി ബില്ലില്ലാതെയാണ് ഈ കോറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഇത് ഞങ്ങളവിടെ പോയി ചോദിച്ചപ്പോൾ ജിയോളജിയുടെ ആൾക്കാർ 30 വണ്ടി ഓടാനുള്ള ഇതുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് പൊട്ടിക്കാനുള്ള മരുന്ന് അങ്ങനെ അതിനുള്ള മരുന്ന് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ മരുന്നിൻ്റെ കൂടുതൽ 3 ഇരട്ടി ഉപയോഗിച്ചിട്ടാണ് ഓല് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 100 ലോഡ് വണ്ടിയെങ്കിലും ഇവർ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കാരണം രാവിലെ 6 മണി മുതൽ 5:30 മുതൽ വൈകുന്നേരം 4-5 മണി വരെ ഇവർ നിൽക്കാതെ കൊണ്ടുപോകാണ്. കാരണം ഇവിടെ ഈ മദ്രസ്, ഈ പള്ളി, അത് ആക്കോട് സ്കൂള്, അമ്പലക്കുഴി, ഇതൊക്കെ ജനങ്ങൾക്ക് അമ്പലത്തേക്ക് വരെ വരാൻ പറ്റും. ഡെയിലി വരേണ്ട സ്ഥാപനങ്ങളാണ് ഇത്. 5 നേരം പള്ളിക്ക് വരണം, അതേമാതിരി അമ്പലത്തിൽ. ഇതിൽക്കൊന്നും വരാൻ കഴിയാതെ ഈ ജനങ്ങൾ ഇത്രയും ദ്രോഹിച്ചുകൊണ്ടാണ് ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ നമ്മളൊക്കെ പോയിട്ട് ഉണ്ടായ രീതിയിൽ പൊട്ടിക്കണം. നിങ്ങൾ കണ്ടോൺ കുട്ടികളെന്ന സ്ഥലത്തിന്റെ ഉടമ, ഈ കോറിന്റെ അമ്പലി കോറിന്റെ ഉടമ പറഞ്ഞു, നിങ്ങൾ കണ്ടോൺ കുട്ടികളെ ഞാൻ അതിനപ്പുറം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വീടുകളൊക്കെ പൊട്ടി തൂഫാനായി ഇവിടെ ഈ ഭാഗത്ത് ചുരുങ്ങി ഒരു 60 വീട് ഈ ഭാഗത്തുണ്ട്. അതേമാതിരി കോടിയമ്മൽ 1-ാം വാർഡിൽ ഒരു 10-50-60 വീട് അവിടെയുണ്ട്. ഇതൊക്കെ പൊട്ടി തൂഫാനായ രീതിയിലാണ്. ഇങ്ങോട്ടൊന്നും ഇവരും പറഞ്ഞിട്ട് ഒരു ഗുണ്ടകളായിട്ട് വന്നിട്ടാണ്. ഇന്നലെ മെനിയാന്ന് പറഞ്ഞ ജിയോളജി ചെന്നപ്പോൾ ഒരു 100 ഗുണ്ടകൾ വരും ആൾക്കാരുണ്ട്. ഓല് ചോദിച്ചാൽ ഞങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഓല് ചോദിക്കുക നിങ്ങൾക്ക് എന്താ അവിടെ അധികാരം, ഇവിടെ ഞങ്ങൾ പണിയെടുക്കുന്ന കോരിയാണ്, ഇവിടെ ഞങ്ങൾ ഗുണ്ടായിസം നടക്കുക. അവർ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളല്ല, പിന്നെന്താ നിങ്ങൾക്ക് എന്താ അവിടെ എന്ന് പറഞ്ഞ് അവർ ഞങ്ങളും അങ്ങോട്ട് പറഞ്ഞ് അപ്പോൾ അവർ വേക്കോട്ട് അങ്ങനെതായി. അപ്പോൾ ഇതിൽ പോണ ഈ ലോറികളും ഈ വലിയ ടോർച്ച് വണ്ടികളും പോലെ ആകെ 8 മീറ്റർ റോഡാണ്. ഈ കോലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർ ജീവിക്കാൻ പറ്റാതെ പൊടി ശല്യം. അതേമാതിരി കോറിന്ന് നേരെ വരുന്ന റോഡുമേക്കാണ് ഇവർ ഈ കോറിന്ന് വരുന്ന വെള്ളം ചടി മഴക്കാലത്ത് മഴണ്ട് പെയ്ത് കഴിഞ്ഞാൽ കുത്തിവലിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം കുട്ടികൾക്കായാലും മദ്രസയിൽ സ്കൂൾക്കൊന്നും അതിൽ വരാൻ കഴിയില്ല. അത്രയും ദ്രോഹമാണ്. പിന്നെ ഒരു വെടിമരുന്ന് തന്നെ സൂക്ഷിക്കുന്ന മണ്ണിലാണ്. കാരണം എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് സുരക്ഷയായിട്ട് വെക്കേണ്ട സ്ഥലത്തല്ല വെക്കണേ, മണ്ണിൽ സൂക്ഷിച്ചിട്ട് അവിടുന്ന് എടുത്തിട്ടാണ് ഇവരിത്. കാരണം അവർ കൊടുക്കണേലും 3 ഇരട്ടി പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം പുറത്തുനിന്ന്. അപ്പോൾ അവിടെ ഡെയിലി അവരെ ഈ ഈ മരുന്നിൻ്റെ വണ്ടി വരുന്നില്ല. അപ്പോൾ ഇവർ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ഇങ്ങനെ ജിയോളജിനെ അറിയിച്ചു. ജിയോളജി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ടാണ് വരാൻ അതുപോലെ മുന്നിൽ പോയിട്ട് ഇതൊക്കെ മാറ്റിച്ച് അങ്ങനെ പോലീസുകാരും വന്ന് അങ്ങനെ പിന്നെ ഉണ്ടാവും പോലീസുകാരുണ്ടാകും വരി നമ്മൾ പോയി വെക്കാൻ. അപ്പം പോലീസുകാരൊന്നും ഇതൊക്കെ മാന്തിയ സ്ഥലങ്ങളുള്ളൂ, സാധനം കിട്ടിയില്ല. അപ്പം മുന്നേ തന്നെ ഇവർ ഞങ്ങൾ ചെന്നാട്ടി ഒക്കെ ഒരു മാറ്റി ഒത്തുകളിയാണ് ഇവർ ജിയോളജി ഇവരൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഈ താമസിക്കുന്ന ജനങ്ങൾക്ക് ആ കസറ അവിടെ പൂട്ടണം.
സ്കൂൾ ടൈമിൽ വണ്ടി പോകുന്നതിനെക്കുറിച്ച് നമ്മൾ അവരോട് വണ്ടിക്കാരോട് നമ്മൾ ജസ്റ്റ് ക്ലൂ കൊടുത്തപ്പോൾ പറഞ്ഞത് പിന്നെ വണ്ടി നിങ്ങളാരാണ് തടയാൻ നിങ്ങളാരാണ് തടയാനെന്നുള്ള ഭീഷണി ഉടനെ. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ സ്കൂൾ തടയുന്ന സമയത്ത് പോലീസ് പറഞ്ഞതാണ് നമ്മൾ തടയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അന്ന് രാത്രി നമ്മളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ എൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ തല്ലും, വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങൾ റോഡിലൂടെ കൊണ്ടുപോകും. ഇതിപ്പോൾ ഈ കോറിൻ്റെ മുകളിലേക്ക് പോകുന്ന റോഡിലേക്ക് ജിയോളജിൻ്റെ അവർ തന്നെ നടത്തുന്ന ഒരു ക്രഷറുണ്ട് അവിടെ. ഈ ഒരു 3 ടീമായിട്ടാണ് ക്രഷർ ഇവിടെ കോറി നടത്തുന്നത്. അപ്പോൾ അവർ തന്നെ നടത്തുന്ന ഒരു ക്രഷർ അവിടെ ഉണ്ട്. ആ ക്രഷറിലേക്ക് ബില്ല് ഇല്ലാണ്ട് 200ഓളം ലോഡ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരുവിധ ബില്ല് എന്തായാലും ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അവരെ വണ്ടിക്കാരോട് നമ്മൾ ബില്ലിൻ്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളാരാ വണ്ടി തടയാൻ, ഞങ്ങൾ ചെയ്യും പോലെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പോലീസിൽ പരാതി എപ്പോഴും നമുക്ക് പോലീസിനെ വിളിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, MVD കൊടുത്തിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഇതൊരു റൂറൽ ഏരിയ ആയ കാരണം കൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടില്ലല്ലോ. അപ്പം ഇതിന്റെ മറവിൽ ഇവർ എല്ലാം ചെയ്യാണ് അവർ, അതാണ് സംഭവിക്കുന്നത്. നാടിനെ തന്നെ തുടച്ചു നിൽക്കുന്ന പോലെയാണ്. അത് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതാണ്, നാടിനെ തന്നെ തുടച്ചു നിൽക്കുന്ന രൂപത്തിലാണ്. കാരണം നമുക്ക് ഈ റോഡിലൂടെ സ്കൂൾ കുട്ടികളൊക്കെ മദ്രസ കുട്ടികളൊക്കെ പോകുന്നതാണ്. കാരണം വണ്ടികൾ പോകുന്ന ഓവർലോഡാണ്, ഓവർ സ്പീഡാണ്. അതുപോലെ നമ്മൾ എന്തായാലും ജിയോളജി ബില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ 9 മണിയൊക്കെ ആവണം. പക്ഷേ ഇവിടെ രാവിലെ 6 മണിക്ക് തന്നെ ലോഡുകൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ വെറുതെ ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്തത് 23 വാഹനങ്ങളാണ് ഓവർലോഡ്, ഓവർ സ്പീഡ്, വണ്ടി കവർ ചെയ്യാത്ത രൂപത്തിൽ ഇന്നലെ തൊട്ടടുത്ത് അപകടമാരില്ല. ചില തൊട്ടടുത്ത് ഇന്നലെ സംഭവിച്ചതുണ്ടല്ലോ, കൊണ്ടോട്ടിയിൽ ഒരു ആൾക്ക് മരണപ്പെട്ടു പോയി. അതേമാതിരി ഇന്നലെ റോഡിന്റെ മുകളിൽ കല്ല് തെറിച്ചതായി ഞങ്ങൾ വീഡിയോ വരെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ സഹകരണം അവർ അഥവാ ഈ പൊടിശല്യം നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ ഇവിടെ പൊടിശല്യത്തിന്റെ കാര്യം അവരോട് പറയുന്ന സമയത്ത് ഒരു യാതൊരുവിധ, കാരണം നമ്മൾ രാവിലെ കുറച്ച് വെള്ളം അവർ നനയ്ക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് രാത്രി 12 മണി വരെ അതിലെ യാത്രകൾ ചെയ്യാം. പക്ഷേ ഈ പൊടിശല്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. സ്കൂൾ ടൈമിൽ ഇത്ര വലിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെയല്ലേ? അത് 9 മണി ടു 10 മണി വരെ പോകാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അവരെന്ത് ചെയ്യും, ഇത് മെയിൻ റോഡിലേക്ക് പോകുന്നതിന് പകരം അവർ ഇത്തരം ചെറിയ ചെറിയ റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഓടുകയാണ്. പക്ഷെ നമുക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല. പറ്റി കഴിഞ്ഞാൽ അവർ ഇന്നലെ തന്നെ അവർ ലോറി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ് 10-40 ആളുകളാണ് ഞങ്ങൾ തടയാൻ വേണ്ടി ഇവിടെ വന്നത്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കും. അത് അവർ ചോദിക്കുന്നത് അതാണ്. ഞങ്ങൾ ചോദ്യം ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങൾ സ്വസ്ഥമായി ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതിനവർ ഗുണ്ടകളും അതുപോലെ മറ്റുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഞങ്ങൾ നേരിടുന്നത്. പക്ഷേ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച് സമാധാനപരമായി നിയമത്തിന്റെ വഴിയിലൂടെ ഈ സമരത്തെ, ഈ കോറിയെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ പറ്റും, അത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ അവരോട് എല്ലാവരും പ്രാദേശികമായിട്ടൊക്കെ നമുക്ക് എല്ലാ പിന്തുണയും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് കിട്ടാണ് നീതി കിട്ടുന്നില്ല എന്നതാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്, ജിയോളജി ഇവിടെ വന്ന സമയത്ത് അവർ ഞങ്ങളോട് അറിയിച്ചിട്ടില്ല. അവർ നേരെ ക്രഷറിന്റെ ആളുകളെ കൂട്ടി അവർ വന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു വയലേഷനുമായി ബന്ധപ്പെട്ട അവർ ഒരു എന്താ പറയുക, നമ്മൾ സേഫ്റ്റി മെഷർമെന്റുകളും ഇല്ല. ആ രൂപത്തിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവർ ഫൈൻ കെട്ടിയ വിവരമാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾ ജീവന് ഭീഷണിയാണ്, സ്വത്തിന് ഭീഷണിയാണ്. ഇതിനൊന്നും അവർ യാതൊരുവിധ പരിഹാരവും കാണുന്നില്ല. ഞങ്ങൾ ഇനി എവിടെ പോകണം എന്നുള്ള യാതൊരു വിധ അറിവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഇപ്പം ജിയോളജിക്കൽ ഡയറക്റ്റ് വന്നിട്ട് എടുക്കാൻ പറ്റുന്ന വിഷയമാണ്. ഇത് ജനങ്ങൾ കണ്ടെത്തി അവിടെ പോയി നാട്ടുകാർ മൊത്തം പ്രതിരോധിച്ച് അവിടെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന കാരണം കൊണ്ട് അവർ ഞങ്ങൾ വീണ്ടും പിറ്റേന്ന് വിളിച്ച് സാറേ നമ്മളെ കംപ്ലൈന്റ് പറഞ്ഞത് നോക്കാൻ വേണ്ടി വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ആളില്ലാത്ത സമയത്ത് വന്ന്, കാരണം പച്ച വെളിച്ചത്തിൽ കാണുന്നതാണ് എന്ത് വയലേഷൻസ്. അവിടെ 6 മീറ്ററിലധികം 20ഓളം മീറ്റർ ഹൈറ്റിലാണ് ഈ ക്രഷർ കോറി പൊട്ടിച്ചിട്ടുള്ളത്. അപ്പം അവർ വന്ന് അവർക്ക് തന്നെ സ്റ്റോപ്പമ്മ കൊടുക്കാവുന്ന വിഷയമുള്ളൂ. അപ്പം ജനങ്ങൾ മുഖാന്തരം പോയാൽ ജനങ്ങൾ അറിയുമല്ലോ. അപ്പോൾ അത് ജനങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി ജിയോളജി ഓഫീസർ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ആരും കൊടുത്ത നമ്പറിലൊന്നും വിളിക്കാണ്ട് അവിടെ ഞങ്ങൾ കയറി കോറി സന്ദർശിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ സാറോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ കംപ്ലൈൻറ്റ് എന്താണ് തന്നത്, ഞങ്ങളെ വിളിച്ചിട്ട് വരണം നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് പോവുകയാണെങ്കിൽ പോയിക്കോളി, വീണ്ടും വരേണ്ടി വരും, ഞങ്ങൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ പ്രദേശവാസികളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കോറി ഗുണ്ടകളെ വെച്ചിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ നാട്ടുകാർ, ഈ പരാതി ഇല്ല എന്ന് പറയാം, ഇത് ഞങ്ങൾ വീട്ടുകാരാണെന്ന് അറിയിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് സ്ഥിരം സംഭവിക്കുന്ന വിഷയമാണ്. ലൈസൻസ് എടുത്തത് തന്നെ അവർ അങ്ങനെയാണ്. അവർ അവിടെ ഈ ഒരു ഫൈൻ കെട്ടിയെന്ന് പറയുന്നുണ്ട്. ഫൈൻ അളക്കാൻ വേണ്ടി ജിയോളജിസ്റ്റ് വന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത മഴത്താണ്. ഞാൻ ജിയോളജിസ്റ്റിനോട് ചോദിച്ചു, എങ്ങനെയാണ് സാറേ നിങ്ങൾ ഈ മഴത്ത് ഇങ്ങനെ അളക്കുന്നത് ചോദിച്ചു. ഞങ്ങൾ സാറ്റലൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ്റലൈറ്റ് ആണെങ്കിലും ഈ സമയത്താണ് നിങ്ങളൊന്ന് അളക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു പൈസന്റെ മറവിൽ എന്തും ആവാം എന്നുള്ള. പക്ഷേ ജനകീയ പ്രക്ഷോഭത്തെ തകർക്കാൻ ആർക്കും കഴിയില്ലല്ലോ.
പറ്റുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഈ താൽക്കാലികമായിട്ട് നിരോധനം കിട്ടിയതിന് നിങ്ങളൊരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ നിരോധനം അവർ കൊടുത്തത് അവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവരെന്ത് ജിയോളജി വന്നു അവരെ ഒരു പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെ ആവശ്യമല്ല. ഇത് ഓലെ എന്തോ സംഗതികൾ നേടാൻ വേണ്ടി കൊടുത്ത നിരോധനം. അത് ഞങ്ങൾക്ക് ആവശ്യമല്ല. ഞങ്ങളിത് നിർത്തലാക്കുന്നവരെ പോരാണ് സ്ഥിരമായി. നമ്മളിപ്പോൾ 2 കോറിയായിട്ട്, ഒന്ന് ഇവിടെ ഒന്ന് മേലെ കോറിണ്ട്. ഇവർ വീടിനൊക്കെ ഈ പ്രശ്നം വരാൻ കാരണം എന്താ വെച്ചാൽ ഇവർ ഈ 6 പൂട്ടിലാണ് ഇവർ പൊട്ടിക്കുന്നത്. 2 പൂട്ടൊക്കെ നിയമപ്രകാരം കോടതി ഇതിന് അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ 2-3 ഇരട്ടിയായിട്ട് വിടുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് വടി വന്നാലാണ് ഇപ്പോൾ കൂടുതലായിട്ട് വീടിനൊക്കെ പ്രശ്നങ്ങൾ വന്നത്. കാരണം അതൊരു 60-50 കുയ്യൊക്കെ ഒരൊറ്റ പൊട്ടിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ വീടിന് പ്രശ്നങ്ങളൊക്കെ പൊട്ടിക്കാൻ കാരണം. പിന്നെ കൃഷി മൂന്ന് വെള്ളം ഈ മണ്ണ് ഒലിച്ച് വന്നിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ് ഇവിടെ കൂടുതൽ. വെള്ളത്തിന്റെ കുറവുണ്ട്. പിന്നെ തന്നെ ഈ പൊടി മണ്ണൊക്കെ ഒന്നായിട്ട് ഒലിച്ച് വന്നിട്ട് പാറപ്പൊടികളും പിന്നെ എടുത്തിട്ട മണ്ണുകളൊക്കെ ഒലിച്ച് വന്നിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളതുകൊണ്ട് കൃഷി ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ അവരൊന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാലൊന്നും ഏൽക്കില്ല. വീടിന് കാര്യമായിട്ട് ഇതാണ്. കോടതി ഇത് അറിയില്ലല്ലോ. കോടതി 2 പൂട്ടാണ് കോടതിന്റെ നിയമം എന്ന് പറഞ്ഞത്. പക്ഷെ ഇവര് പിന്നെ ഒരു 6 പൂട്ട് 7 പൂട്ടിലൊക്കെ ഒരു കുയ്യ് തയ്ച്ചിട്ട് ആണ് പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് വീട് മുഴുവനും ഈ പൊട്ടി ഈ കോടതിയിലെത്തുമ്പോൾ നിങ്ങളെ പരാതികൾ വേണ്ട പോലെ അവതരിപ്പിക്കപ്പെടുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ടോ? കോടതിയിൽ ഇന്നവരായിട്ട് ഞങ്ങളെ പക്ഷം പറയാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് സർക്കാരാണല്ലോ. ഈ കോറിക്കാര് ഹൈക്കോടതി അവരെ സമീപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട സർക്കാരാണല്ലോ. സർക്കാർ വേണ്ട രീതിയിൽ ഇതിനെ പ്രതിരോധിക്കില്ല തോന്നുന്നുണ്ടോ? സർക്കാരിൻ്റെ പക്ഷം ഒരിക്കലും പറഞ്ഞാൽ വിജയിക്കാത്തൊരു ഘട്ടമാണുള്ളത്. കാരണം അവരുടെ വക്കീലന്മാരാണെങ്കിലും അത്രയും ഭീമമായ കാശ് കൊടുത്തിട്ടാണ് അവർ വക്കീലന്മാരെ നിയമിക്കുന്നത്. നമ്മുടെ സർക്കാർ വക്കീലന്മാരാണെങ്കിൽ വളരെ ചെറിയ തുച്ഛമായ കാശിന് പഠിച്ചോളണം എന്നില്ല. മാത്രമല്ല ചെറിയ വക്കീലന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുക. ആ രീതിയിലാണ് അവർ വ്യാജമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അവർ ഇവിടെ അവതരിപ്പിച്ച് കൊടുത്തിട്ട് വ്യാജമായ രീതിയിലാണ് ഇവർ ലൈസൻസ് സമ്പാദിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ വിള്ളലുകളൊക്കെ എന്തെങ്കിലും നഷ്ടപരിഹാരം തരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാവരും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഇന്നവരായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇത് ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം? ഇതുമായിട്ട് നമ്മളെ വീടെല്ലാം പൊട്ടിട്ട് പകുതി പിന്നെ മോൾക്ക് എടുക്കുകയെന്നെ പകുതി പോലെ ചേർക്കേട്ടല്ലേ ഇവിടെ അടുത്ത് തന്നെ ഭയങ്കര ഇവിടെ തൊട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് താമസമായിട്ടുള്ള ഇവിടെ വന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ വീടുകളെല്ലാം പൊട്ടി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് പാർക്കാൻ വേണ്ടി നോക്കുമ്പോൾ സേഫ്റ്റി ഇല്ല, എല്ലാം കുലുങ്ങിയിട്ട് പൊട്ടി കിടക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പൊളിച്ചിട്ട് രണ്ടാമത് എടുക്കാണ്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയത്തോളം അത് ധൈര്യമില്ല ഇനിയും അതുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെമ്പർ. അപ്പോൾ ഇവിടുത്തെ സമരം തുടരുന്ന സാഹചര്യം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ സപ്പോർട്ടാണ് ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടതായിട്ട്? ഈ സമരം തുടരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു സമരമാണ്. അതിലൊരുപാട് അനുഭവിച്ച നാടാണിത്. കാരണം ക്രഷറും സമരം 8.5 വർഷം ആ ക്രഷറിന്റെ ഒരുപാട് ഡിമാൻഡ് ചെയ്തിട്ട് ആൾക്കാരുണ്ട്. ജയിലിൽ കേസുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 10-40 കേസ് ഉണ്ടായിട്ട് ഈ പെണ്ണുങ്ങൾ വരെ CAനെ ആക്രമിച്ച കേസിലൊക്കെ പ്രതികളായിരുന്നു. ബാക്കി റോബറി കേസിൽ പ്രതികളുണ്ടായിരുന്നു. അതൊക്കെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യാണ്. പിന്നെ അതേമാതിരി SC കേസിൽ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. പല ഉദ്യോഗസ്ഥന്മാരും നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് നടുനിറുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇത് വാഴക്കാട് പഞ്ചായത്താണ്, ഇത് പുളിക്കൽ പഞ്ചായത്താണ്. ഈ വാഴക്കാട് പഞ്ചായത്തിൽ ഈ ക്രഷർ എന്ന എല്ലാ ലൈനുകളും പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജിയോളജി പോയിട്ട് ഒരു കട്ടിംഗ് പെർമിഷൻ വാങ്ങുകയാണെങ്കിൽ 10 മീറ്റർ കട്ടിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം അതിരുമെന്ന് 10 മീറ്റർ വിടണം. ഇത് സ്വാഭാവികമായിട്ട് വാഴക്കാട് വില്ലേജിൽപ്പെട്ട മിച്ചഭൂമിന്റെ അതിരാണ് അവിടെ. ആ അതിരിൽ നിന്ന് കറക്റ്റ് അലുവ ചെത്തിമാരി ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോളജി നിയമങ്ങൾ സാധാരണക്കാരന് ബാധകമാണ്, ഈ മാഫിയക്ക് ബാധകമല്ല. കാരണം വെച്ചാൽ അത്രയും ഡിസ്റ്റൻസിൽ അതുമാതിരി ഇവർക്ക് വലിയൊരു ഫൈന് അന്ന് ജിയോളജിസ്റ്റ് തന്നെ പറഞ്ഞത് വലിയൊരു എമൗണ്ട് ഫൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫൈൻ ഇടാനുള്ള കാരണം അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും തെളിവല്ല, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ നിയമപ്രകാരം അല്ലാതെ കൂടുതലായി ചെയ്ത് ഈ കൂടുതലായി ചെയ്തതിന് എന്ത് ചെയ്തതാണ് അവരും ഇവരും ഒത്തുതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കംപ്ലീറ്റ് മണ്ണിട്ട്, കാരണം 25-30 മീറ്റർ ആയിട്ടുള്ള സ്ഥലം ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 15 മീറ്റർ ഉണ്ടാവുള്ളൂ. അടിയിൽ മണ്ണിട്ടിട്ട് തൂർത്ത്, ആ മണ്ണിട്ട് തൂർത്തിട്ട് അതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ പിന്നെ 15 മീറ്റർ ഉള്ളൂ. ഗന്നം കഴിഞ്ഞാൽ അറിയില്ല. ആ ഗന്നം ആ മണ്ണ് മാന്തി ചോദിക്കുക, ഗന്നം നടന്നാൽ അറിയാം. ഈ ജിയോളജിന്റെ വലിയ ഫൈനിട്ടർ എന്തിനാന്നുള്ള ജിയോളജിക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയലേഷനാണ്. അതുമാതിരി എല്ലാ പഞ്ചായത്തിനോട് പറഞ്ഞ വയലേഷൻസ് കംപ്ലീറ്റ് ഉണ്ട്. പക്ഷെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 100% കഴിഞ്ഞ മാസത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൂടി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ഇത് ജനങ്ങളെ കൂടെ നിൽക്കണമെന്നും സബ് കമ്മിറ്റി പോകണമെന്നും. ആ സബ് കമ്മിറ്റി പോയി റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ കോടതിയിൽ മാത്രമല്ല, ഞങ്ങൾ ലിമിറ്റേഷൻസ് എന്താ വെച്ചാൽ കോടതിയാണ്. അതേസമയം ജിയോളജിനെ സംബന്ധിച്ചോളം പൊല്യൂഷനെ സംബന്ധിച്ചോളം ഏത് സമയം നടപടിയെടുക്കുക. കാരണം ഇവിടെ എപ്പം വയലേഷൻ ഉണ്ടോ ജിയോളജിക്ക് നടപടിയെടുക്കുക. അവർ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള കൾച്ചറാണ്. ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. ഈ കോടതിയിലെത്തുമ്പോൾ ഈ സർക്കാരിന്റെ ഭാഗം, അതായത് ജനങ്ങളുടെ ഭാഗം പറയേണ്ട അഭിഭാഷകര് ഈ കേസ് വേണ്ട പോലെ അവതരിപ്പിക്കാത്തതും ഈ കോറിക്കാർക്ക് അനുകൂലമായിട്ട് വിധി വരാൻ വലിയ സഹായമാവുന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ കേസ് നടത്തിയ ഒരു വക്കീല്
നമ്മളെ അനുഭവത്തിൽ അങ്ങനെ വരാറുണ്ട്. 2 ടീമിനോടും പൈസ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കേസ് ഏൽപ്പിച്ച വക്കീൽ താന്നൂർക്കാരനാണ്. അവർ നമ്മളെ അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ്. ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ വളരെ വ്യക്തമായിട്ട് ഈ രേഖകൾ നിർത്തിയെന്ന് മാത്രമല്ല 2023 ജനുവരിയിൽ ഇന്ന സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആയി എന്ന് പറഞ്ഞിട്ട് കോടതി എന്താ പറയണത്, എക്സ്പയർഡ് ആയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലിക ലൈസൻസ് കൊടുക്കാനും ബാക്കി കേസിന്റെ നാൾവഴികൾ നോക്കാനും പറഞ്ഞു. ഈ കേസിന് നാൾവഴി ഇല്ല. പിന്നെ അതങ്ങനെ നിൽക്കുകയാണ്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലിന് പൈസ കൊടുക്കാൻ ഒരു കേസിന് സിറ്റിങ്ങിനല്ല 15,000 റുപ്യ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അതേസമയം കോറിക്കാരെ ആൾക്കാർ 75,000 ഒരു സിറ്റിങ്ങിന് ഞങ്ങളെ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം കേസിന് 15,000 റുപ്യ കൊടുക്കാൻ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ ഗവൺമെന്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഞങ്ങൾ 50,000 റുപ്യ കൊടുക്കട്ടെ എന്ന് നോക്കണം. ഇവിടെ മറ്റേ വക്കീൽമാർക്ക് ഒരു സിറ്റിങ്ങിന് 50,000, 75,000, 1 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ നീതിന്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പം ചാലിയാറിൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പരിധിയിലെ ഒരു ലിമിറ്റ് മണലെടുക്കാന്ന് ഭാരത പുഴയിലും ചാലിയാറിലും ഒരു ലിമിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ കോടതിന്റെ ഇത് വെച്ചിട്ട് എടുക്കാന്നുണ്ട്. അതിന്റെ ഒരു പ്രോസസ്സും, കാരണം അതിന്റെ വരുമാനം തീർച്ചയായിട്ടും പഞ്ചായത്തുകൾക്കാണ്, അതിന്റെ കൂലി ഈ വണ്ടിക്കാർക്കുമാണ്. അതേസമയം ആ മണൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രഷർ ലോബിന്റെ പകുതി ക്രഷറും പൂട്ടിപ്പോവും. അപ്പൊ അതിന് സമ്മതിക്കാന്നല്ല ഒരു ഇൻസ്പെക്ഷൻ വരെ നടത്താതെ ഭാരതപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മണലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ചാലിയാറിൽ അത് ലിമിറ്റ് വെച്ചിട്ട് അതേസമയം അനധികൃതമായി ഇഷ്ടമായി പോകുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നില്ല. ഇവിടുത്തെ ഒരു സമരം എന്താണെങ്കിലും ഇത് അന്തിമമായിട്ട് തടച്ചുപൂട്ടുന്നവരെ തുടരുക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് മറച്ചിട്ട് കാര്യമില്ല, ഒന്നായിട്ടും കാര്യമില്ല. അവിടെ വയലേഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിന് തെളിവാണ് മിനിയാന്ന് വന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ ഇന്ന് വർക്ക് ചെയ്യാത്തത്. ഒരു വയലേഷനും ഇല്ല, എല്ലാം സുഖമായി നടത്തുന്ന സാധനം നിർത്താൻ ആർക്കും അധികാരമില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ലിമിറ്റ് കഴിഞ്ഞ് 10-25 കൊല്ലം ഉപയോഗിച്ച സംഭവങ്ങളാണ്. ഇവരൊക്കെ അതിന്റെ ഓണർമാരെ അടുത്ത് പേഴ്സണലായിട്ട് പോയിട്ടുണ്ട്. ഒരു മനുഷ്യത്വം നിലക്ക് ഇപ്പോഴത്തെ കാലത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അതേമാതിരി പുതിയൊരു ഇൻവെസ്റ്റർ വന്ന് ഒരു 10 കോടി ചെലവാക്കി അതല്ല പൂട്ടാൻ ശ്രമിക്കുന്നത്. ഇഷ്ടംമാതിരി അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളും വന്ന് എല്ലാവരും ഉപയോഗിച്ച് ചണ്ടിയാക്കിയിട്ട സ്ഥലമാണ്. അപ്പോൾ അത് ഈ മിച്ചഭൂമിന്റെ അതിരൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിയോളിനെ വെച്ചെടുത്ത് നമ്മൾ ജിയോളജി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ കട്ടിങ് ആണെങ്കിൽ ഇത്ര മീറ്റർ വിടണം. നമുക്ക് അറിയില്ലെങ്കിൽ എത്രയെങ്കിലും ഒന്ന് വിടണമല്ലോ. അതവിടെ ഒന്നുമില്ല. അതങ്ങനെ ഈ കുറ്റി തന്നെ ആര് വെച്ചാന്ന് നമുക്കറിയില്ല. നാടിന്റെ ഒരു വികാരമാണ് ഇത്രയും ഇവർ പങ്കുവച്ചത്. ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട അധികൃതർ ഇത് കേൾക്കണം. കാരണം ഈ ഒരു ക്വാറി ശാശ്വതമായി അടച്ചുപൂട്ടേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പോൾ സർക്കാർ അത്തരത്തിലുള്ള നടപടികൾ ഈ നാടിന്റെ വികാരം മനസ്സിലാക്കി, വസ്തുതകൾ മനസ്സിലാക്കി, ഈ നാടിന്റെ പ്രധാന പ്രശ്നം മനസ്സിലാക്കി അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.